യേശുവിൻ്റെ കൂട്ടായ്മയിലെ സ്നേഹം നിറഞ്ഞ എല്ലാ പ്രിയ ദൈവമക്കൾക്കും ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ദിവസം ആശംസിക്കുന്നു. ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം 57-ാം സങ്കീർത്തനം 2-ാം തിരുവചനം. അത്യുന്നതനായ ദൈവത്തെ ഞാൻ വിളിച്ചപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ദൈവത്തെ തന്നെ. നിനക്ക് വേണ്ടതെല്ലാം ആര് നിനക്ക് ചെയ്തു തരും എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഞാൻ ഈ അനുഭവിക്കുന്ന എല്ലാ സൗഭാഗ്യങ്ങളും ആര് തന്നതാണെന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട്. ഈ പ്രഭാതത്തിൽ ഞാൻ എഴുന്നേറ്റിരിക്കുന്നത് തന്നെ ആരുടെ കരുണയാണെന്ന് നാം ചിന്തിക്കാറുണ്ട്. എൻ്റെ സഹോദരങ്ങളെ, നാം ഇപ്പോൾ എന്തായിരിക്കുന്നോ അതെല്ലാം ചെയ്തു തന്നവൻ സർവശക്തനായ ദൈവം തന്നെ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ കരുണ കൊണ്ടാണ് നീ ഇപ്പോൾ അനുഭവിക്കുന്നതെല്ലാം, നീ ഇപ്പോൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം നിനക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ കഴിവോ ബുദ്ധിയോ കൊണ്ടോ നേടിയതല്ല. എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ഒരു ദൈവം എൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് ആ ദൈവത്തിൻ്റെ അധ്വാന ഫലമാണ് ഞാൻ ആസ്വദിക്കുന്നത്. അതിന് നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ദൈവമേ, നീ എപ്പോഴും എൻ്റെ കൂടെ ഉള്ളത് കൊണ്ടാണ് എനിക്കിതെല്ലാം ലഭിക്കുന്നത്. അതിന് ഞാൻ നിനക്ക് സ്തോത്രഗീതങ്ങൾ ആലപിക്കുന്നു. നിന്നെ മാത്രം ഞാൻ ആരാധിക്കുന്നു. നമുക്ക് ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് മക്കളെ സമർപ്പിക്കാം. ഈ ലോകത്തെ തന്നെ സമർപ്പിക്കാം. ദൈവത്തിൻ്റെ തിരുഹൃദയത്തിലേക്ക് ഈ ലോകത്തെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ മക്കളെല്ലാവരും ദൈവത്തിൻ്റെ തിരുഹൃദയത്തിൽ ഉപവിഷ്ടരായിരിക്കുന്നതിനെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. അവർക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുക്കുവാൻ സന്നദ്ധനായി നിൽക്കുന്ന ദൈവം അവരുടെ കൂടെയുള്ളതിന് നന്ദി പറയാം. പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയും അനുഗ്രഹവും സമാധാനവും എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ലോകത്തിലെ 830 കോടിയിലധികം വരുന്ന എല്ലാ മക്കളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. ലോകസമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുടുംബസമാധാനത്തിനായിട്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ രക്ഷകനും നാഥനും ദൈവവും ജീവനുള്ള കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ സമാധാനം സന്തോഷത്തോടുകൂടി നിങ്ങൾക്കെല്ലാവർക്കും ഞാൻ നേരുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.